ഓക്കെ, ഹലോ എവരിവൺ. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ BBയുടെ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആൻഡ് സ്പെഷ്യലൈസേഷനെ കുറിച്ചൊരു വീഡിയോ വേണം, ഒരു എക്സാം പറയുന്ന ഒരു വീഡിയോ വേണമെന്ന് പലരും ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഓരോ ചാപ്റ്റർ ഞാൻ ഇതിൻ്റെ ഓരോ സ്ലൈഡിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്ന ഒരു ഇൻട്രഡക്ഷൻ എപ്പോഴും അറിയാമല്ലോ, എപ്പോഴും നമ്മൾ എന്ത് പുതിയൊരു ഡിസിപ്ലിൻ സ്റ്റാർട്ട് ചെയ്താലും അതിൻ്റെ ഒരു കഥ തുടക്കത്തിലൊന്ന് പറയുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആൻഡ് സ്പെഷ്യലൈസേഷൻ ആയതുകൊണ്ട് തന്നെ എന്താണ് മാനേജ്മെൻറ്റ്, അതിൻ്റെ ബേസിക് ഫങ്ഷൻ എന്താണെന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ വളരെ കോമൺ ആയിട്ട് പഠിച്ചിട്ടുള്ളൊരു ഡെഫിനിഷനുണ്ട്. ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മറ്റുള്ളവരെ കൊണ്ട് കാര്യം ചെയ്യിപ്പിച്ചെടുക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പറഞ്ഞിട്ട്. അത് പറയുന്നത് എനിക്ക് ഓർമ്മയില്ല, ഒരു മാനേജ്മെൻറ്റ് എക്സ്പേർട്ട് തന്നൊരു ഡെഫിനിഷൻ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് അതൊന്നും അറിയണ്ട. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് എന്താണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നോക്കി. എല്ലാ ബിസിനസ്സിനും എല്ലാ ഓർഗനൈസേഷനും, ബിസിനസ് എന്ന് നമ്മൾ വെറുതെ പറയുമെങ്കിൽ ബിസിനസ്സിൻ്റെ കാര്യം മാത്രമല്ല, ഓർഗനൈസേഷൻ ലോകത്ത് എവിടെ ഉള്ള ഒരു ഓർഗനൈസേഷൻ ആയിരുന്നാലും അതിനെന്ത് കാണാം, ഒരു ഉദ്ദേശം കാണും അല്ലേ. ഇപ്പോൾ ബിസിനസ് മാത്രം എന്ന് പറയാത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ, ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നൊരു സ്ഥാപനമാണ്. ഇപ്പോൾ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നിലനിൽക്കുന്ന സ്ഥാപനം ആവണമെന്നൊന്നുമില്ല. ഒരു ഓർഫനേജിനെ പറ്റി ചിന്തിച്ച് നോക്കി. ഓർഫനേജ് ആരെങ്കിലും ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നടത്തിക്കൊണ്ട് പോകുന്നത്? ഇല്ല. പക്ഷേ അവിടെ അവർക്ക് എന്തുണ്ട്, ഒരു ലക്ഷ്യമുണ്ടല്ലേ. അപ്പോൾ അവരുടെ കയ്യിൽ എന്തുണ്ട്, ആ ലക്ഷ്യം നേടിയെടുക്കാനുള്ള എന്തൊക്കെയോ റിസോഴ്സുകളുണ്ട്. അപ്പോൾ അവരുടെ കയ്യിലുള്ള റിസോഴ്സസ് ഉപയോഗിച്ച് വിചാരിച്ച സമയത്ത് വിചാരിച്ച രീതിയിൽ ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും ടോട്ടാലിറ്റീനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഞങ്ങളുടെ ഓർഫനേജിൻ്റെ കാര്യം ഊന്നി പറഞ്ഞത് ബിസിനസ്സിൽ മാത്രമേ മാനേജ്മെൻറ്റ് ഉള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. നിങ്ങളുടെ ഒരു ക്ലാസ് മുറിക്കകത്തിരുന്നാൽ പോലും അവിടെ നിങ്ങൾ ചെയ്യുന്നത് എന്ത് തന്നെയാണ്, മാനേജ്മെൻറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഒരു ടൂർ നടത്തണമെന്ന് വിചാരിക്കുക. ടൂർ നടത്തണം എന്നതാണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ്. അത് നടത്താൻ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ റിസോഴ്സസ് ഉണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ പിള്ളേരുടെ അകത്ത് തന്നെ ഈ ടൂർ ഓപ്പറേറ്റർമാരെ പരിചയമുള്ളവരെ ഒന്ന് കോൺടാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പിള്ളേർ തന്നെ ടൂർ ഓപ്പറേറ്റർമാരായിട്ട് നിൽക്കുന്നവർ കാണും. പിന്നെ ഈ ദൂര സ്ഥലങ്ങളിൽ പോയി പരിചയമുള്ള പിള്ളേരോട് ചോദിക്കുന്നു. പിന്നെ ഫണ്ട് എല്ലാവരും കൂടെ കളക്ട് ചെയ്യുന്നു. അങ്ങനെ എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു, ടൂർ പോകണം എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. അത് നേടിയെടുക്കാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, പല റിസോഴ്സസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്ത് എങ്ങനെ നമ്മൾ ഒബ്ജക്റ്റീവിനെ നേടിയെടുക്കാമെന്നുള്ള നമ്മുടെ ഫുൾ എഫേർട്ടിനെയാണ് ഒറ്റ വാക്കിൽ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മാനേജ്മെൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നിലധികം ജീവനുള്ള അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന റിസോഴ്സസ് ഒന്നിച്ച് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, മാനേജ്മെൻറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ് ആൻഡ് കോർഡിനേറ്റിംഗ് റിസോഴ്സസ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾ. നമുക്ക് ടോട്ടലായിട്ട്, നമുക്ക് ഒരു വ്യക്തിക്കല്ല, ഒരു ഓർഗനൈസേഷന് മൊത്തമായിട്ട് എന്തുണ്ട്, ഒരു ഗോൾ ഉണ്ടായിരുന്നു. ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്ത് അതിനെ മാക്സിമം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കും. ഇനി മാനേജ്മെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അത് നമുക്ക് വരുന്ന അടുത്ത 4 സ്ലൈഡിൽ നമ്മൾ, അല്ലെങ്കിൽ അടുത്ത 4 മൊഡ്യൂളിൽ നോക്കുന്ന കാര്യങ്ങളാണ് മാനേജ്മെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സ്റ്റെപ്സ് ഇൻ മാനേജ്മെൻ്റ് ആണ്, പ്രോസസ്സുകളാണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ബഡ്ജറ്റിംഗ് എന്നൊക്കെ പറയും. നമുക്കറിയാം അല്ലേ, പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്. പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ ആ ഒരു എക്സാമ്പിൾ മനസ്സിലിരിക്കട്ടെ. നിങ്ങളുടെ ടൂർ പോകണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. നിങ്ങൾ ടൂർ പോകണമെന്ന നിങ്ങളുടെ ഗോളിനെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, മാനേജ് ചെയ്യാൻ പോകണം. മാനേജ്മെൻറ്റ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യും, എവിടെ ടൂർ പോകണം, എങ്ങനെ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നു. ടൂർ പോകാൻ ആവശ്യമുള്ള സാധനങ്ങൾ, പിന്നെ ഫണ്ടൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നു. ആര് എന്ത് കാര്യങ്ങൾ നോക്കുമെന്നുള്ള കാര്യം ഡയറക്റ്റ് ചെയ്യുന്നു. പിന്നെ സ്റ്റാഫിങ് ടൂർ പോകുന്നതിൻ്റെ അകത്ത് നടക്കുമെന്ന് ചോദിച്ചാൽ, ഒരാൾക്കൊരു ജോലി കൊടുക്കുന്നതിന് നമുക്ക് സ്റ്റാഫിംഗ് എന്ന് വിളിക്കാം. ഇന്ന ആളിപ്പോൾ ഇന്ന കാര്യം നോക്കുന്നു. ഫോർ എക്സാമ്പിൾ ഫണ്ടിൻ്റെ കാര്യം ഒരാൾ നോക്കുന്നു. പിന്നെ ടൂർ ഓപ്പറേറ്ററിനെ ഡീൽ ചെയ്യുന്ന വേറൊരാളാണ്. അപ്പം അതൊക്കെ നമുക്ക് സ്റ്റാഫിംഗ് ആയിട്ട് പറയാം. പിന്നെ കൺട്രോളിംഗ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളിപ്പോൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് നടക്കുന്നില്ല, എവിടെയാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കുന്നതിനാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഞാൻ ഒരുപാട് ഡെപ്തിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങളുടെ സിലബസ് പറയുന്ന ഏറ്റവും ബേസിക് സാധനം എന്താണ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഫങ്ഷൻസ് മീൻ എന്തൊക്കെ കാര്യങ്ങൾ ചേരുമ്പോഴാണ് മാനേജ്മെൻറ്റ് ഉണ്ടാകുന്നത്, സ്റ്റെപ്സാണ്. പിന്നെ ആപ്ലിക്കേഷനിലേക്കാണ് നമ്മളിനി കടക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോവാം. സെക്കൻഡ് മൊഡ്യൂൾ പറയുന്നത് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ്. അതിലാദ്യം പറയുന്നതാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. ഓപ്പറേഷൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നടക്കുന്ന മാനേജ്മെൻറ്റാണ് ചിന്തിക്കുന്നവരും എഴുതി വയ്ക്കുന്നവരും ഉണ്ട്. എൻ്റെ പൊന്നു മക്കളെ,
എല്ലാ ബിസിനസ്സിനും ഒരു മേജർ പർപ്പസ് കാണും അല്ലേ? ആ പർപ്പസിനാണ് നമ്മുടെ ആ ബിസിനസ്സിൻ്റെ എന്തെന്ന് വിളിക്കുന്നത്? ഓപ്പറേഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരു ഹോട്ടലിനുണ്ട് വിചാരിച്ചു, നിങ്ങളൊരു ഹോട്ടലിലാണ് വർക്ക് ചെയ്യുന്നത്, ഹോട്ടലിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ അവിടുത്തെ മേജർ ഓപ്പറേഷൻ എന്താ? ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറയും അല്ലേ? നിങ്ങളൊരു ടെക്സ്റ്റൈൽസിലാണ് ജോലി ചെയ്യുന്നത്, അവിടുത്തെ മേജർ ഓപ്പറേഷൻ എന്താ? സെല്ലിങ് ഓഫ് ടെക്സ്റ്റൈൽസ് തന്നെയാണ്. അപ്പോൾ എന്താണോ നമ്മുടെ മേജർ ഓപ്പറേഷൻ, ആ ഓപ്പറേഷനെ എങ്ങനെ മാനേജ് ചെയ്യാം, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുമെന്നുള്ളതാണ് ജസ്റ്റ് ഈ ഒരു മൊഡ്യൂളിൽ പറഞ്ഞു പോകുന്നത്. അവർ പറയുന്നുണ്ട് പ്ലാന്റിൻ്റെ ലൊക്കേഷനും ലേഔട്ട് തീരുമാനിക്കുന്നത് ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന കാര്യമാണ് അല്ലേ? പ്ലാന്റിൻ്റെ ലൊക്കേഷൻ, ഇത് ഒരു വൈഡായിട്ട് പറയുന്നുണ്ട്, വലിയൊരു ബിസിനസ്സിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് സംസാരിക്കുന്നതാണ്. പ്ലാന്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടല്ലോ, അത് എവിടെ ലൊക്കേറ്റ് ചെയ്ത് വളരെ ക്രൂഷ്യലായിട്ടുള്ള തീരുമാനമാണ്. ആ പ്ലാന്റിൻ്റെ ലൊക്കേഷൻ എന്തായിരിക്കണം, ലേഔട്ട് എന്തായിരിക്കണം. ലൊക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാമെന്നുള്ളതേ ഉള്ളൂ, കൺവീനിയൻ്റ് ആയിരിക്കണം, പക്ഷേ ഒരുപാട് ചിലവുണ്ടാവാനും പാടില്ല. നമ്മുടെ ഇത് ഒറ്റ വാക്കിലൊരു ഉത്തരവല്ല, ഓരോരുത്തർക്കും ഓരോന്നാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു എന്താ പറയുക, ഒരു വലിയൊരു സാധനം ഉണ്ടാക്കുന്നത്, ഇപ്പോൾ കാർ പോലത്തെ എന്തെങ്കിലും വലിയൊരു സാധനം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഞാൻ കാർ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ് ഞാൻ ബിൽഡ് ചെയ്യാൻ വിചാരിച്ചു. ഈ ഫാക്ടറി എനിക്ക് വളരെ സിറ്റീൻ്റെ സെൻട്രലായിട്ട് കൊണ്ടുവയ്ക്കണമെന്ന് ഒരു ആവശ്യമില്ല. കാര്യം എന്തുകൊണ്ടാണ്? ഞാൻ ദിവസവും ഇത് ട്രാൻസ്പോർട്ട് ചെയ്യത്തില്ല. ട്രാൻസ്പോർട്ട് ചെയ്താലും അത്യാവശ്യം സമയം എടുത്ത് ട്രാൻസ്പോർട്ട് ചെയ്താൽ കുഴപ്പമില്ലാത്ത കാര്യമാണ്. അതേസമയം ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു കൺസ്യൂമർ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ ലേസ് പോലത്തെ ഒരു സാധനം ഉണ്ടാക്കുന്നു. ഇതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഒരുപാട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ദിവസവും അതിൻ്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ വരുന്നതാണ് അല്ലേ? അപ്പോൾ അത് നമുക്ക് കൊണ്ടുപോയി വരുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. അങ്ങനെ ഒരു പ്ലാന്റ്, നമ്മുടെ ബിസിനസ്സിൻ്റെ മേജർ ഓപ്പറേഷൻ നടക്കുന്ന പ്ലാന്റ് അത് എവിടെ ഇരിക്കണമെന്നുള്ളത് ഈ പറഞ്ഞ പോലെ പല ഫാക്ടേഴ്സ് നോക്കിയിട്ടായിരിക്കും തീരുമാനിക്കുന്നത്. ആ ഫാക്ടേഴ്സ് എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ വേണം. അങ്ങനെ ഒരു ചോദ്യം ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ലൊക്കേഷൻ തീരുമാനിക്കുന്ന പോലെ തന്നെ തീരുമാനിക്കേണ്ട വേറൊരു കാര്യമാണ് പ്ലാന്റിൻ്റെ ലേ ഔട്ട് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റിൻ്റെ ഒരു വലിയൊരു ഘടകമാണ്. അത് നിങ്ങൾക്ക് എത്രമാത്രം പ്രാക്ടിക്കലി മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളൊരു ഫാക്ടറിയിലോ ഓഫീസിലോ ചെന്ന് കയറി ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എല്ലാ സാധനങ്ങൾക്കും എന്തുണ്ട്, ഒരു ലൊക്കേഷനുണ്ട്. ഓക്കെ, ഫാക്ടറി എന്നതിനേക്കാൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഒരു ഓഫീസായിരിക്കും. ഇപ്പോൾ ഒരു ഓഫീസിലേക്ക് നിങ്ങൾ കയറി ചെല്ലുന്നു, ഏറ്റവും ആദ്യം ഇവിടെ മേ ഹെൽപ്പ് ചെയ്യുന്ന ബോർഡും വെച്ചിട്ട് ഒരാളായിരിക്കും. അയാൾ നമ്മളത് ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നു, ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വരുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, തിരിച്ച് വെളിയിലേക്ക് വരുന്നു. അങ്ങനെ ഒരു ലേ ഔട്ട് കാണും എല്ലാ ഓഫീസിനും എല്ലാ സ്ഥാപനത്തിനും അല്ലേ? ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. എന്തിനാണ് ഈ ഇങ്ങനെ ഒരു കൃത്യം ലേ ഔട്ട് പറയുന്നതെന്ന് അറിയാവോ? വർഷങ്ങളായിട്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുമ്പോൾ മനസ്സിലാകത്തില്ല, വർഷങ്ങളായിട്ടുള്ള മാറ്റങ്ങളുടെ ഒരു ഫലമാണ് ആ ലേ ഔട്ട് എന്ന് പറയുന്നത്. എന്താണ് ഈ ലേ ഔട്ട് ഉറപ്പാക്കുന്നത്? ഈ ഓഫീസിൻ്റെ കാര്യം തന്നെ വീണ്ടും ചിന്തിച്ച് നോക്കാം. ആൾക്കാർക്ക് റഷ് ഉണ്ടായി എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ റഷിൻ്റെ അകത്തൂടെ ഈ പറഞ്ഞ എല്ലാ ആക്ടിവിറ്റി നടക്കുകയും വേണം, വന്നവർക്ക് ബുദ്ധിമുട്ടില്ലാതെ വെളിയിലേക്ക് പോകാനും പറ്റണം. അതിന് ഒന്ന് ആ ഒരു ബുദ്ധിമുട്ടും ആ ഒരു പ്രശ്നവും ആ ഒരു നീഡും മനസ്സിലാക്കിയിട്ടായിരിക്കും അവിടെ അങ്ങനെ ഒരു സ്ട്രക്ചർ, ആ ഒരു ലേ ഔട്ട് വെച്ചേക്കുന്നത്. ഇതേപോലെ എല്ലാ ഓപ്പറേഷണൽ പ്ലാന്റുകൾക്കും എല്ലാ ബിസിനസ്സിനും എന്തുണ്ടാവും, ഒരു ലേ ഔട്ട് കാണാം. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറഞ്ഞ ഒരു കൺവീനിയൻസും ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാകുന്ന സമയം കുറയ്ക്കാനും ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു പ്രോപ്പർ ലേ ഔട്ട് അവിടെ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന വേറൊരു കാര്യമാണ് കപ്പാസിറ്റി മാനേജ്മെൻറ്റ് ആൻഡ് ഷെഡ്യൂളിങ്. പേരിൽ തന്നെ എന്താണ് കാര്യമെന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഒറ്റ വാക്കിൽ നിങ്ങൾ അറിയേണ്ടത് ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇപ്പോൾ കപ്പാസിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട്, എന്താണ്, എങ്ങനെ നമ്മുടെ കയ്യിലുള്ള കപ്പാസിറ്റിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. കപ്പാസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൊഡക്ഷൻ കപ്പാസിറ്റിയാണ്. ഇപ്പോൾ നമ്മുടെ ഫാക്ടറിക്ക് ഒരു 100 ഔട്ട്പുട്ട് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഒരു ദിവസം നമ്മുടെ യൂണിറ്റ് ഉണ്ടാക്കുന്ന 100 ഔട്ട്പുട്ട്. അപ്പോൾ നമ്മൾ ലേസ് ഉണ്ടാക്കുന്ന കമ്പനിയാണെന്ന് വിചാരിക്കുക, നമ്മൾ ഒരു ദിവസം 100 പാക്കറ്റ് ലേസ് ഉണ്ടാക്കാം നമ്മുടെ കമ്പനി. അപ്പോൾ അതാണ് നമ്മുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ കപ്പാസിറ്റീനെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ എല്ലാ റിസോഴ്സസും നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ? യൂട്ടിലൈസ് ചെയ്യുന്നില്ലെങ്കിൽ ഇനി യൂട്ടിലൈസ് ചെയ്ത് ഇതിനെ കൂട്ടാൻ പറ്റുമോ? ഈ 100 എന്നുള്ളതിനെ 120 ആക്കണം. അതേസമയം എന്ത് ചെയ്യാൻ പാടില്ല, ഈ അധിക ചിലവുണ്ടാക്കി വയ്ക്കാൻ പാടില്ല. നമുക്കൊരു ഇത്ര ഏരിയക്കകത്തുള്ളൊരു ഫാക്ടറി ഉണ്ട്, ഇത്ര ജോലിക്കാരെന്നുണ്ട്, ഇത്ര മെഷീൻസ് എന്നുണ്ട്. ഈ പറഞ്ഞ സാധനങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ദിവസവും 100 ഉണ്ടാക്കുന്നതിനെ 120 ആക്കി മാറ്റാൻ പറ്റുമോ എന്ന് ആര് ചിന്തിക്കണം? നമ്മുടെ മാനേജർ ചിന്തിക്കണം. അതാണ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു ഇതെന്ന് പറയുന്നത്. പക്ഷേ 120 ആക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ കപ്പാസിറ്റി അതിനനുസരിച്ച് അതിനെ അനുവദിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് പോകണമെന്നും ആരും പറയുന്നില്ല. പക്ഷേ എന്ത് വേണം,
നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് വെച്ച് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എത്രയാണോ അത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. പിന്നെ ഷെഡ്യൂളിങ്ങിൻ്റെ കാര്യം പറയുന്നുണ്ട്. എന്ത് കാര്യം എപ്പോൾ നടക്കണമെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് എന്ത് വേണം, ഒരു പ്രോപ്പർ ടൈമിംഗ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. ഇന്ന ടൈമിൽ ഇന്ന നടക്കണം, ഇന്ന ടൈമിൽ ഇന്ന നടക്കണം എന്നുള്ള ഒരു ധാരണ നമ്മുടെയൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, ഇതൊക്കെ ഞാൻ വീണ്ടും പറയുന്നു, ഒരു ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളൊരു കമ്പനിയുടെ ഓപ്പറേഷണൽ മാനേജറായെന്ന് വിചാരിക്കും, OM എന്നൊക്കെ വിളിക്കും. ഓക്കെ, എങ്കിൽ അയാളുടെ ഇതിൽ വരുന്ന, അയാളുടെ ജോലി എന്ന് പറയുന്നതിന് കീഴിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞു പോകുന്നത്. പ്ലാന്റിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുക, നല്ലൊരു ലേഔട്ട് ഉണ്ടാക്കുക, കപ്പാസിറ്റി മാക്സിമം യൂട്ടിലൈസ് എന്ന് ഉറപ്പാക്കുക, എല്ലാ ചെയ്യേണ്ട ജോലികളും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക, ക്വാളിറ്റി മാനേജ് ചെയ്യുക. ക്വാളിറ്റി മാനേജ് ചെയ്യുക മീൻസ് വീണ്ടും എന്ത് ചെയ്യുന്നു, ക്വാളിറ്റി നമ്മൾ വിചാരിച്ച ക്വാളിറ്റിയിലുള്ള സാധനമാണെന്ന് ഇൻഷുർ ചെയ്യുന്നു. നമുക്ക് അത് കൊടുക്കുന്നൊരു പ്രൈസ് കാണുമല്ലോ, ആ പ്രൈസിന് കിട്ടേണ്ട ക്വാളിറ്റി കിട്ടിയാൽ മതി. ആ പ്രൈസിന് കിട്ടേണ്ട ക്വാളിറ്റിയേക്കാൾ കൂടുതലും കൊടുക്കുന്നില്ല, കുറഞ്ഞും പോകുന്നില്ല. ഈ രണ്ട് കാര്യങ്ങളും ഒരേപോലെ ഇൻഷുർ ചെയ്യണം. അതുകൊണ്ടാണ് അതിനെ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞത്. ക്വാളിറ്റി ഇൻഷുറിങ് എന്നല്ല അവർ പറഞ്ഞത്, ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്നാണ്. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് വെച്ച് നോക്കുമ്പോൾ എന്ത് ക്വാളിറ്റിയാണോ ആ പ്രൊഡക്റ്റിന് കിട്ടേണ്ടത് അത് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക. ഓക്കെ, അതാണ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പറയുന്ന പോലെ തന്നെ എന്താണ്, നമ്മുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽ കാര്യങ്ങളും നമ്മുടെ ഔട്ട്പുട്ടും, ഇത് രണ്ടിൻ്റെയും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടല്ലോ, ഇത് പ്രോപ്പറായിട്ട് പോകുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഈ പറഞ്ഞ പോലെ വെറുതെ വണ്ടി കയറ്റി വിടുന്ന പരിപാടി മാത്രമല്ല, അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ നല്ലതുപോലെ ഉപയോഗിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ഡെപ്തിലേക്ക് പോകുന്നൊരു സാധനമാണ്. നിങ്ങളുടെ ഈ ടിപ്പർ ലോറിയുടെ അപകടങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൻ്റെ നെഗറ്റീവാണ് സപ്ലൈ ചെയിൻ്റെ. സ്റ്റിൽ ടിപ്പർ ലോറികളുടെ അപകടമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നതെന്ന് അറിയാം. ഈ ടിപ്പർ ലോറി അപകടം ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം, ഈ ടിപ്പറുകാർക്ക് മണലടിക്കുന്നതിന് റേറ്റ് എങ്ങനെയാണെന്ന് അറിയാം. ഒരു ദിവസം എത്ര ട്രിപ്പ് പോയോ അതനുസരിച്ചാണ് ഇവർക്ക് പൈസ കിട്ടുന്നത്. ഇവ ഈ ജീവൻ കൊണ്ട് പായുന്നതിൻ്റെ കാര്യം എന്താ, അവർക്ക് മാക്സിമം ട്രിപ്പ് അടിച്ചാൽ അവർക്ക് കിട്ടുന്ന പേയ്മെൻറ്റ് അത്രയും കൂടി നിൽക്കും. അപ്പോൾ പേയ്മെൻറ്റ് കൂട്ടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവരെന്ത് ചെയ്യുന്നത്, അമിത വേഗത്തിലൊക്കെ വണ്ടി ഓടിച്ച് പോകുന്നത്. അപ്പം പറഞ്ഞു വന്നത് ഇതേ ഉള്ളൂ, എന്താണ് ഈ പറഞ്ഞ പോലെ ഇപ്പം ഒരു ദിവസം മാക്സിമം ട്രിപ്പ് അടിക്കുക, അല്ലെങ്കിൽ ഒരു ജേണിക്കകത്ത് തന്നെ ഒരു ജേണി ഒരു ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഡെലിവറി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ ഡെലിവറി ചെയ്യുക, അങ്ങനെ വണ്ടിയുടെ കോസ്റ്റ് കുറയ്ക്കുക. അങ്ങനെ പല കാര്യങ്ങളും ഏതിൻ്റെ അകത്ത് വരുന്നുണ്ട്, ഈ പറഞ്ഞ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് ഞാൻ ചെന്നൈയിലേക്ക് ഒരു സാധനം കയറ്റി വിടുകയാണ്. പോകുന്ന വഴി ഏതാണ് ഞാൻ തീരുമാനിക്കുക. അത് എനിക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി, അല്ലെങ്കിൽ ആ പോകുന്ന വഴിയിൽ എനിക്ക് എന്തെങ്കിലും ഡെലിവറി ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ നിലവിൽ എൻ്റെ അവിടെ കസ്റ്റമേഴ്സ് അവിടെ ഇല്ല, പോകുന്ന വഴിക്ക് പുതിയ കസ്റ്റമേഴ്സിന് കിട്ടുമോ ചോദിച്ചിട്ട് ഞാൻ പോകണോ. അങ്ങനെയൊക്കെ നമ്മുടെ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാമെന്നുള്ള കാര്യം കൂടി ആരുടെ കാഴ്ചപ്പാടിൽ വരും, ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ കാഴ്ചപ്പാടിൽ വരും. ഇതെല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട്. ബേസിക്കലി ഒരു സ്കോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കൺവെൻഷനായിട്ട് പറഞ്ഞൊന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് മൊഡ്യൂൾ പറയുന്നത്, ഓപ്പറേഷൻ മാനേജ്മെൻറ്റ്. നമുക്ക് നമ്മുടെ തേർഡ് മൊഡ്യൂളിലേക്ക് പോകാം, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം ഒരു തെറ്റിദ്ധാരണ മാറ്റേണ്ടത്, മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ സെയിൽസ് അല്ലേ എന്നൊരു ചിന്തയുണ്ട്. ഒരിക്കലുമല്ല. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു യാത്രയാണെന്നുണ്ടെങ്കിൽ ഈ യാത്ര ചെന്ന് നിൽക്കുന്ന ഡെസ്റ്റിനേഷനാണ് എന്തെന്ന് പറയുന്നത്, സെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് എന്തോ ഒരു സാധനം വിൽക്കാനുണ്ട്. എവിടേക്കോ കറങ്ങിത്തിരിഞ്ഞ് വരുന്ന ആൾക്കാരെ നിങ്ങളുടെ സാധനത്തിൻ്റെ അടുത്ത് വരെ എത്തിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് ഇസ് എ പ്രോസസ് ത്രൂ വിച്ച് വി ബ്രിങ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ടു ദി പ്രൊഡക്റ്റിൻ്റെ അടുത്ത് വരെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ എത്തിക്കുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിനെ ഈ പ്രൊഡക്റ്റിനെ അവർക്ക് എക്സ്ചേഞ്ച് ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് വാങ്ങിയാൽ അത് എന്താവത്തുള്ളൂ, സെയിൽസ് ആവത്തുള്ളൂ. അതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. പക്ഷെ ആ ഒരു യാത്രേനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ അകത്ത് ഇവർ പറയുന്ന കാര്യം നോക്കി, ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റിങ്ങിനകത്ത് എന്തൊക്കെ വരാം, ആദ്യം നമ്മൾ മാർക്കറ്റിൽ റിസർച്ച് നടത്തും. പ്രൊഡക്റ്റ് പ്ലാൻ ചെയ്യുന്നതിൽ ഡെവലപ്പ് ചെയ്യുന്നതിൽ മാർക്കറ്റിങ്ങിന് വലിയൊരു റോളുണ്ട്. നമ്മളതിനെ പ്രൊമോഷൻ ചെയ്യുന്നു, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു. അതാണ് മാർക്കറ്റിങ്ങിൻ്റെ അകത്ത് വരുന്ന മേജർ കാര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മാർക്കറ്റിംഗ് മിക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പ്രൊഡക്റ്റ് ഉണ്ട്, പ്രൈസ് ഉണ്ട്, പ്ലേസ് ഉണ്ട്, പ്രൊമോഷൻ ഉണ്ട്. ഈ പറഞ്ഞ 4 കാര്യങ്ങളാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഒന്ന്, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത തന്നെയാണ് നമ്മൾ മാർക്കറ്റിംഗ് ഫീച്ചറായിട്ട്. മാർക്കറ്റിംഗ് ഫീച്ചർ എന്ന് പറയുമ്പോൾ എന്ത് ഓർക്കുക, നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് ആൾക്കാരെ എത്തിക്കാനുള്ള ഒരു ഫീച്ചറാണ് മാർക്കറ്റിംഗ് ഫീച്ചർ. അപ്പോൾ ഈ മാർക്കറ്റിംഗ് ഫീച്ചർ ഏറ്റവും വലിയ കാര്യം പ്രൊഡക്റ്റ് തന്നെയാണ്. എന്തെങ്കിലും പ്രൊഡക്റ്റിന് ഇന്ന പ്രത്യേകത ഉണ്ടെന്നുള്ളത് തന്നെയാണ്
ഉറപ്പായിട്ടും ആ പ്രൊഡക്റ്റിലേക്ക് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യം. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം പ്രൈസ് പറയുന്നുണ്ട്. ഓക്കേടാ, നമുക്കറിയാം ഈ ഒരു സാധനത്തിനൊക്കെ ഞാനിപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഫോൺ വയ്ക്കുന്നു. ഓക്കെ, ഈ ഫോണിൻ്റെ യഥാർത്ഥ വില 30,000 ഞാനതിനെ 4,999 രൂപയ്ക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്, ആൾക്കാർക്ക് വാങ്ങാനുള്ളൊരു റഷ് കൂടും അല്ലേ? ഇതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. ഇതേ സാധനമാണ് പ്രൈസിൻ്റെ കാര്യത്തിൽ പറയുന്നത്. അതായത് പ്രൈസ് എന്ന് പറയുന്ന എലമെൻ്റ് ഉപയോഗിച്ച് എങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ എന്തെന്ന് പറഞ്ഞു, നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് ആരെത്തിക്കണം, പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ എത്തിക്കണം. ഓക്കെ, അതിനാണ് എന്തെന്ന് പറയുന്നത്, പ്രൈസ് എന്ന് പറയുന്ന മാർക്കറ്റിംഗ് മിക്സിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. പിന്നെ പ്ലേസ് എന്ന് പറഞ്ഞേക്കുന്നത്, പ്ലേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന അവൈലബിലിറ്റിയാണ്. ഇപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ്, അതായത് 2 ടൈപ്പ് ഓഫ് ഫോൺ ഉണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, ഒന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കടയിൽ പോയി വാങ്ങാൻ പറ്റത്തുള്ളൂ. വേറൊന്ന് എന്തുണ്ട്, ഇതേ ഫീച്ചേഴ്സ് എല്ലാം സെയിമാണ്, വലിയ വ്യത്യാസം എന്ന് പറയാൻ ഒന്നുമില്ല. വേറെ ഫോണാണെന്നുള്ള ഒറ്റ കാര്യം വെച്ചാൽ സെയിം ഫോണാണ്, സെയിം സാധനമാണ്, പക്ഷേ ഇതെവിടെ കിട്ടും, നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ പറ്റും. അപ്പോൾ പ്ലേസിൻ്റെ കൺവീനിയൻസ് നോക്കുമ്പോൾ ഏതാണ് കൂടുതൽ വാങ്ങാൻ താല്പര്യം കാണിക്കുക ആൾക്കാർ, ഈ പറഞ്ഞ ഓൺലൈനിൽ കിട്ടുന്ന ഫോണായിരിക്കത്തില്ലേ? അതാണ് ആ പ്ലേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൾക്കാർക്ക് കിട്ടുന്ന കൺവീനിയൻസിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് പോലും എന്താണ്, ഈ പറഞ്ഞ മാർക്കറ്റിങ്ങിൻ്റെ ഒരു പാർട്ടാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഒരു സാധനം ഒരിടത്തും കിട്ടാനില്ല, ഇതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണോ? ഉറപ്പായിട്ടും മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. ഓക്കെ, നമ്മുടെ ഈ വാച്ച് കമ്പനികൾ സ്ഥിരം ചെയ്യുന്നൊരു സാധനമാണ്. ഈ വാച്ച് കമ്പനികൾ ലിമിറ്റഡ് എഡിഷൻ എന്നും പറഞ്ഞിട്ടൊരു വാച്ച് ഇറക്കും. ഈ സാധനം അങ്ങനെ ഒരിടത്തും കിട്ടത്തില്ല, അത് റെയർ ആണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് വലിയ എമൗണ്ട് കൊടുത്ത് ആൾക്കാർ വാങ്ങുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ മേക്കിംഗ് ഇറ്റ് സ്കെയർ, അതിനെ സ്കെയർസ് ആക്കുന്നത് പോലും എന്താണ്, ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. അപ്പോൾ പ്ലേസ് ഓഫ് അവൈലബിലിറ്റി ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു എലമെൻ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ 3 എലമെൻറ്റ് പറഞ്ഞു, പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്. അവസാനം പറയുന്നു P ഫോർ പ്രൊമോഷൻ. ഓക്കെ, മാർക്കറ്റിംഗ് മിക്സിനെ 4 P's ഓഫ് മാർക്കറ്റിംഗ് എന്നും പറയാറുണ്ട്, ശ്രദ്ധിക്കുക. ഏറ്റവും അവസാനം പറഞ്ഞ പ്രൊമോഷൻ മാത്രമേ നമുക്ക് എന്തറിയാവൂ, ഇത്രയും കാലമായിട്ട് നമുക്ക് മാർക്കറ്റിംഗ് എന്നറിയാവൂ. അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നുണ്ടല്ലോ, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൊമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ ഇത്രയും കാലം മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ മാത്രമായിരുന്നു. പക്ഷേ പ്രൊമോഷൻ മാത്രമല്ല മാർക്കറ്റിംഗ്, നല്ല പ്രൊഡക്റ്റ് ഉണ്ടാവണം, പ്രൊഡക്റ്റിന് ഒരു റീസണബിൾ പ്രൈസ്, റീസണബിൾ ഇൻ ദ സെൻസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് ഉണ്ടാവണം, അതിൻ്റെ അവൈലബിലിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാം. ഇനി ഇതൊക്കെ ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിംഗ് പറയുന്നത്. ഈ 4 P's എന്ന് പറയുന്നത് ഒരു പഴയ കോൺസെപ്റ്റാണ്. അതിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, 7 P'സിലോട്ട് വന്നിട്ടുണ്ട്. പ്രൊമോഷൻ, പ്രൈസ് എന്ന് പറഞ്ഞതിൻ്റെ കൂടെ എന്താണ് പറയുക, പാക്കേജും പോലത്തെ പല കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പോട്ടെ, നമ്മൾ ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് എന്തറിഞ്ഞേക്കുക, 4 P's ഓഫ് മാർക്കറ്റിംഗ് അറിഞ്ഞേക്കുക. പിന്നെ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ്, കൺസ്യൂമർ ഓറിയൻറ്റഡ്, ഗോൾ ഓറിയൻറ്റഡ്, ബ്രോഡ് കോൺസെപ്റ്റ്. അത് ഞാനതൊന്നും പറയില്ല, അതൊക്കെ വെറുതെ നമ്മൾ വർഷങ്ങളായിട്ട് എഴുതി പഠിക്കുന്ന കാര്യങ്ങളാണ്. നേച്ചർ, സ്കോപ്പൊക്കെ അതൊക്കെ അത്ര ഡെപ്തിലൊന്നും ആരും ചിന്തിക്കുന്നില്ല. ആലോചിച്ച് നോക്കുമ്പോൾ കിട്ടുന്ന എന്താണെന്ന് ചെയ്യുക, ഒരു കുഴപ്പമില്ല. നേച്ചർ, സ്കോപ്പ് ഇതാണെന്ന് പറയുമ്പോൾ ഇത് അല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതൊന്നും കാണാതെ കുത്തിയിരുന്ന് പഠിക്കാൻ നിൽക്കേണ്ട, വിട്ടേ. പിന്നെ പറയുന്നൊരു കാര്യമുണ്ട്, എവല്യൂഷൻ ഓഫ് മാർക്കറ്റിംഗ് ഉണ്ട്. ഈ 3 സ്റ്റേജ് അല്ല, 3 കൂടുതൽ സ്റ്റേജ് ഉണ്ട്. ബേസിക്കലി ഈ 3 സ്റ്റേജ് അറിഞ്ഞിരുന്നാൽ മതി. അതായത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നൊരു ചിന്ത, മാർക്കറ്റിംഗ് ഇതാണ് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചേരുന്നതാണ് മാർക്കറ്റിംഗ് എന്നൊരു ചിന്ത എങ്ങനെയാണ് ഈ മനുഷ്യരിൽ ഉണ്ടായി വന്നതെന്നാണ് എവല്യൂഷൻ ഓഫ് മാർക്കറ്റിംഗ് പറയുന്നത്. മാർക്കറ്റിങ്ങിൻ്റെ ചരിത്രമാണ് പറയുന്നത്. ഓക്കേടാ, പണ്ട് നമുക്കൊരു പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, പ്രൊഡക്ഷൻ എറ ഉണ്ടായിരുന്നു. ഒന്ന് എന്തായിരുന്നു, എന്തുണ്ടാക്കിയിട്ടാലും വാങ്ങാൻ ആളുണ്ട്. നമ്മൾ എന്തുണ്ടാക്കി മാർക്കറ്റിൽ കൊണ്ടുപോയാലും അയ്യോ എന്തോ ഒരു സാധനം വന്നേ വാങ്ങാമെന്ന് പറഞ്ഞ് ആൾക്കാർ വാങ്ങുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവിടെ ആരായിരുന്നു രാജാവ്? പ്രൊഡ്യൂസറായിരുന്നു രാജാവ്. സിനിമയിലെ പ്രൊഡ്യൂസറല്ല, നമ്മുടെ സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളായിരുന്നു അവിടുത്തെ രാജാവ് എന്ന് പറയുന്നത്. അയാൾ എന്ത് വിൽക്കാൻ കൊണ്ടുവന്നാലും അവിടെ വിറ്റ് പോവും, അവിടെ വേറൊരു ഓപ്ഷൻ ഇല്ല. ആ സാധനം കൊണ്ടുവരുന്ന ഏക ആൾ അയാളായിരിക്കും. അവിടെ നിന്ന് എന്ത് ചെയ്തു, നമ്മൾ സെയിൽസ് എന്ന് പറയുന്ന ഒരു ഇറയിലേക്ക് വന്നു. ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി എന്താണ്, പ്രൊഡക്ഷൻ കൊണ്ട് മാത്രം കാര്യം നടക്കത്തില്ല. കാര്യം എന്തുകൊണ്ടാണ്, ഈ പറഞ്ഞ പ്രൊഡക്ഷൻ ഇറയിൽ പ്രൊഡ്യൂസർമാർ, അതായത് പിന്നെ പ്രൊഡ്യൂസർ എന്ന് ഉദ്ദേശിക്കുന്നത് സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ വളരെ ലിമിറ്റഡ് ആയിരുന്നു. പയ്യെ ഒരുപാട് പേര് അവിടെ പ്രൊഡക്ഷനുമായിട്ട് വന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു, ആൾക്കാർ ചൂസ് ചെയ്യാൻ തുടങ്ങി. അവർക്ക് അവിടെ എന്തുണ്ട്, ഓപ്ഷൻസ് ഉണ്ട്, പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പണ്ടുള്ളവർക്ക് ഒരു പേന വെച്ച് എഴുതണമെന്ന് പറഞ്ഞാൽ ഒരു ഹീറോ പേന ഉണ്ട്. ഹീറോ പേന അല്ലാതെ അവർക്ക് എന്തില്ല, വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളൊരവസ്ഥയായി. അതുകൊണ്ട് എല്ലാവരും ഹീറോ പേന തന്നെ ഉപയോഗിക്കുന്ന ഒരു രീതി വന്നു. അവിടെ നിന്ന് എന്ത് വന്നു,
ഹീറോയ്ക്ക് കോമ്പറ്റീറ്ററായിട്ട് ലെക്സി, പിന്നെ എന്തൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ എന്തോ ഉണ്ട്, പാൻറ്റോണിക്കോ, അങ്ങനത്തെ അങ്ങനെ ഒരു കോടിക്കണക്കിന് പേനകൾ പിന്നെ വന്നപ്പോൾ ഹീറോ പേനയ്ക്ക് എന്ത് മനസ്സിലായി? ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് എല്ലാവരും വന്ന് വാങ്ങിക്കുമെന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമല്ല, ഞാനൊന്ന് പുഷ് ചെയ്യണം. അവിടെയാണ് ആര് താരമാവാൻ തുടങ്ങി? വിൽക്കാൻ വേണ്ടി പോകുന്ന സെയിൽസ്മാൻമാർ താരമാവാൻ തുടങ്ങിയത്. അവിടെയാണ് സെയിൽസ് ഇറ ഉണ്ടായത്. സെയിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് വെറുതെ ഞാൻ ഡിസ്പ്ലേ ചെയ്താൽ പോരാ, വാങ്ങിക്കൂ എന്ന് പറഞ്ഞ് എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പുഷും കൂടെ വരണം. ഞാൻ അവൻ്റെ കയ്യിലേക്ക് ഇത് എത്തുന്നെന്ന് ഉറപ്പാക്കുന്നത് കൂടെ എൻ്റെ ജോലിയാണെന്നുള്ള തിരിച്ചറിവ് വന്നു. ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി? ദേ ഫൗണ്ട് പീപ്പിൾ ടു സെൽ പ്രൊഡക്ട്സ്. ഓക്കെ, സെയിൽസ്മാൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ സെയിൽസ് പേഴ്സൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പിന്നീട് ഒരു കാലഘട്ടത്താണ് വരുന്നത്. അവിടെ നിന്നാണ് നമ്മൾ എങ്ങോട്ട് വരുന്നത്? മാർക്കറ്റിംഗ് കോൺസെപ്റ്റിലേക്ക് വരുന്നത്. പിന്നീട് നമുക്ക് മനസ്സിലായ വെറുതെ നമ്മളിങ്ങനെ ഓരോരുത്തർക്കും വിളിച്ച് നടന്നിങ്ങനെ കൊടുക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ഇതിനെന്ത് ചെയ്യണം? പണ്ടത്തെ പോലെയല്ല, കൺസ്യൂമറിൻ്റെ ഗ്രോത്ത് ഉണ്ടായി. ഈ ഒരു സെയിൽസ് വരെ എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരുന്നു. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ സാധനം മെനക്കെട്ട് അല്ലെങ്കിൽ ഒരു കമ്പയർ ചെയ്ത് സാധനം വാങ്ങുന്ന ആൾക്കാരൊക്കെ വളരെ ലിമിറ്റഡ് ആയിരുന്നു. അവിടെ നിന്നാണ് മാർക്കറ്റിംഗ് എറയിലേക്ക് വന്നത്. അവിടെ ഒരുപാട് ആൾക്കാർ കൺസ്യൂമേഴ്സ് ആവാൻ തുടങ്ങി. ലോൺ എടുത്തിട്ടായിരുന്നാലും ആൾക്കാർ വാങ്ങുമെന്നുള്ളത് കൊണ്ട് എന്ത് വന്നു? പണത്തുകാരൻ, പാവപ്പെട്ടവൻ, അല്ലെങ്കിൽ സാധനം നല്ല നോക്കി വാങ്ങുന്നതിന് അങ്ങനെയുള്ള ഒരു ഇൻഡിഫറൻസ് വന്നു. അവിടെ അങ്ങനെ ഒരു വേർതിരിവില്ലാതായിപ്പോയി. അപ്പോൾ ഒരുപാട് കൺസ്യൂമർ ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ഇനി പിടിച്ച് നിൽക്കണമെങ്കിൽ ഇങ്ങനെ ആൾക്കാരെ വിട്ട് സെയിൽസ് പുഷ് ചെയ്താൽ മാത്രം പോരാ, ആൾക്കാരുടെ മനസ്സിലൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് മാർക്കറ്റിൽ നമ്മുടേതായൊരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കണം. അതിനെന്ത് ചെയ്യാമെന്നുള്ള ചിന്തയിൽ നിന്നാണ് ബിസിനസ്സുകാർ എങ്ങോട്ട് വന്നത്? മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് വന്നത്. അപ്പോൾ എന്തുണ്ടാക്കിയാലും വിൽക്കുമെന്ന കോൺസെപ്റ്റിൽ നിന്ന് നമ്മളൊന്ന് പുഷ് ചെയ്താലേ വിൽക്കും എന്നുള്ളൊരവസ്ഥയിലെന്നോ അവിടെ നിന്ന് എങ്ങോട്ട് വന്നു? നമ്മൾ പുഷ് ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ ഒരു ഇമേജ് സാധാരണക്കാരൻ്റെ മനസ്സിലുണ്ടാവണം. നമ്മൾ സാധനം വാങ്ങാൻ കൂടുതൽ കാരണങ്ങൾ മുന്നിലേക്ക് വെച്ചു കൊടുക്കണം എന്നുള്ളൊരു ചിന്ത വന്നതാണ് ദ എവല്യൂഷൻ ഓഫ് മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ വന്ന് നിന്നത്. ഇത് ഒരു പ്രത്യേക സബ്ജക്റ്റാണ്. ഇപ്പോൾ നിങ്ങൾ ഈ മാനേജ്മെൻറ്റ് പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാം കൂടെ കമ്പയർ ചെയ്ത് പറയാണ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരൊറ്റ ഇൻഡിവിജ്വൽ സബ്ജക്റ്റാണ്. ഓക്കെ, നമ്മളിനി അടുത്തയിലേക്ക് പോവാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. പേര് പറയുന്ന പോലെ തന്നെ എന്തിനെ മാനേജ് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സിനെ, മനുഷ്യന്മാരെ മാനേജ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവിടെ എല്ലായിടത്തും നമ്മളെന്താണ്, നമുക്ക് എന്തോ ഒരു റിസോഴ്സ് ഉണ്ട്, എന്തോ ഒരു ഗോളുണ്ട്. നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യാൻ ഈ പറഞ്ഞ റിസോഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇവിടെ ഹ്യൂമൻ റിസോഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു പ്രോസസ്സാണ് ഇവിടെ പറയുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ ഇവിടെ നല്ല തുടങ്ങുന്നത്, റിക്രൂട്ടിങ് നല്ല തുടങ്ങുന്നത് നമ്മൾ കണ്ടുപിടിക്കും. നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കും. ഇപ്പോൾ ഞാനൊരു പുതിയൊരു ഹോട്ടൽ തുടങ്ങാൻ പോകുന്നു എന്ന് വിചാരിക്കാം. എൻ്റെ ഹോട്ടലിൽ എനിക്ക് മനസ്സിലായി എനിക്കൊരു 5 ഷെഫുമാർ എന്തായാലും വേണം. വെയിറ്റർമാരായിട്ട് എനിക്ക് ഒരു 4 പേര് വേണം. എനിക്ക് ഫ്രണ്ട് ഓഫീസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 പേര് വേണം. ഒരു അല്ലാതെ ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ടൊരു 4 സ്റ്റാഫ് വേണം. അപ്പോൾ ഞാൻ മനസ്സിലാക്കി എൻ്റെ ഓരോ പൊസിഷൻസ് ഏതാണ്, ആ പൊസിഷനിലേക്ക് വേണ്ട ആൾക്കാരുടെ എണ്ണം എത്രയാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് പോകുന്നു. ഞാൻ എന്ത് ചെയ്യും? പത്രത്തിന് പരസ്യമൊക്കെ കൊടുത്ത് ആൾക്കാരെ എന്നിലേക്ക് ക്ഷണിക്കും. അതൊരു പോസിറ്റീവ് പ്രോസസ്സാണ്. അവരുന്ന് എല്ലാവരെയും ഞാൻ ക്ഷണിക്കും. അല്ലാതെ ഇയാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ ഇയാൾ അയക്കേണ്ടെന്നൊന്നും ഞാൻ അധികം പറയാൻ നിൽക്കത്തില്ല. മാക്സിമം എന്ത് ചെയ്യും? ക്ഷണിക്കും. എന്നിട്ട് ഞാനൊരു സെലക്ഷൻ പ്രോസസ്സിലേക്ക് പോകും. റിക്രൂട്ട് ചെയ്ത ആൾക്കാരെ വിളിച്ചിട്ട് ഞാനൊരു ഇൻ്റർവ്യൂ നടത്തും. ഇപ്പോൾ ഇത് ഹോട്ടലായതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കി തരാനൊക്കെ പറഞ്ഞു നോക്കും, അല്ലെങ്കിൽ ക്ലീനിങ് ഒക്കെ ചെയ്യിപ്പിച്ച് നോക്കും. അങ്ങനെ ഒരു ട്രയലൊക്കെ നടത്തി ഓരോ ബിസിനസ്സിന് അവരുടെ രീതിയിൽ എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം. അങ്ങനെ ഒരു ട്രയൽ നടത്തി എന്ത് ചെയ്യുന്നു? നമ്മൾ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കിട്ടിയ ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രെയിൻ ചെയ്ത് നമ്മുടെ രീതിയിലേക്ക് കൊണ്ടുവരുന്നു. നമുക്ക് വേണ്ടത് എന്താണെന്നുള്ള രീതിയിൽ അവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നു. എന്നിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബിസിനസ്സിൽ പ്ലേസ് ചെയ്യുന്നു. ബിസിനസ്സിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവർ ചെയ്യുന്ന ജോലിനെ പിന്നാലെ നടന്ന് ഇവാലുവേറ്റ് ചെയ്യും. ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യും. ഇവാലുവേറ്റ് ചെയ്തിട്ട് അവൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവൻ എന്ത് കൊടുക്കും? കോമ്പൻസേഷൻ കൊടുക്കും. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അവൻ അർഹിക്കുന്ന പ്രതിഫലം കൊടുക്കും. പ്രതിഫലം കൊടുത്തിട്ട് നമ്മൾ അവനെ വെറുതെ വിടത്തില്ല. പിന്നെ നമ്മൾ അവനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ ഒരുപക്ഷെ അവന് ഒരു സാലറി ഹൈക്ക് വല്ലതും കൊടുക്കും. ഇല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും? മോശമാണെങ്കിൽ അവനെ പിന്നെയും ജോലി എന്ന് പറഞ്ഞിടാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിനാണ് മാൻ പവർ പ്ലാനിങ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? റിക്വയർമെൻറ്റ് കണ്ടെത്തുന്നു, റിക്രൂട്ട് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, ട്രെയിൻ ചെയ്യുന്നു. അവനെ നമ്മൾ അനാലിസിസ് ചെയ്യുന്നു. അവൻ്റെ പെർഫോമൻസ് അനാലിസിസ് ചെയ്യുന്നു. അവന് വേണ്ട കോമ്പൻസേഷൻ കൊടുക്കുന്നു. ഓക്കെ, ദെൻ കോമ്പൻസേഷൻ മെത്തേഡുകളുണ്ട്. പല രീതിയിൽ കോമ്പൻസേഷൻ കൊടുക്കാം.
ഒരു വ്യത്യാസമുണ്ട് ഇതൊക്കെ തമ്മിൽ. ഓക്കെ, വേജ് എന്ന് പറയുന്നത് സാലറി എന്ന് പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? വേജ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, ഉടനെ നടത്തുന്ന പേയ്മെൻറ്റാണ്. സാലറി എന്ന് പറയുന്നത് മന്ത്ലി കൊടുക്കുന്ന പേയ്മെൻറ്റ്. ഈ ചെറിയ ചെറിയ ജോലിക്ക് നമ്മൾ ഉടനെ പേയ്മെൻറ്റ് കൊടുക്കത്തില്ലേ, അതിനാണ് വേജസ് എന്ന് പറയുന്നത്. സാലറി എന്ന് പറയുന്നത് ഒരു ടൈം പീരീഡിൽ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന ടൈം പീരീഡിൽ മാത്രം കൊടുക്കുന്നതാണ്. മാത്രമല്ല വേജ് എന്ന് പറയുന്നത് ചെയ്യുന്ന ജോലി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സാലറി എന്ന് പറയുന്നത് എന്ത് ജോലിയൊക്കെ ചെയ്താലും ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും കൊടുക്കുന്നത്. പിന്നെ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ മോട്ടിവേഷന് വേണ്ടി കൊടുക്കുന്നത് അല്ലേ. മോട്ടിവേഷൻ ഇൻ ദ സെൻസ് ഒരു ടാർഗറ്റ് കൊടുക്കും. ഹോട്ടലിലൊക്കെ ജോലി ചെയ്യുന്നവർക്കറിയാം, അല്ലെങ്കിൽ എവിടെ ജോലി ചെയ്യുന്നവർക്കുണ്ട്, ഏത് റീറ്റെയിൽ ഫീൽഡ് ജോലി ചെയ്യുന്നവർക്കറിയാം. ഇപ്പോൾ ഒരു മാസം 1 ലക്ഷം രൂപയുടെ സെയിൽ ഇനി നടത്തിയാൽ നിൻ്റെ സാലറിൻ്റെ കൂടെ 5000 നമ്മൾ ചേർത്ത് തരാം എന്നൊക്കെ പറയും. അവിടെ സെയിൽസ്മാൻ എന്ത് ചെയ്യും? ആ ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ ആ ഇൻസെൻറ്റീവ് കൊടുക്കും. ഇതൊക്കെ എന്താണ്? അവരെ കോമ്പൻസേറ്റ് ചെയ്ത് അവരെ പിടിച്ചു നിർത്തുന്ന, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. പിന്നെ ബെനിഫിറ്റ്സ് കൊടുക്കും. ഈ ക്രിസ്മസ് ഓണമൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും അധികം ബെനിഫിറ്റ് കൊടുക്കും. അതൊക്കെ കോമ്പൻസേഷൻ്റെ പാർട്ടാണ്. പിന്നെ പറയുന്നൊരു വാക്കാണ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്, എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ്, എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറയുന്ന ഒറ്റ വാക്കിൽ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്ന് പറയും. അതായത് നമ്മുടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ബാലൻസ് കിട്ടണം. എന്തിൻ്റെ അകത്ത്? അവരുടെ ജോലിയുടെ അകത്ത്. അല്ലാതെ വെറുതെ വന്ന് മറ്റേ അടിമകളെ പോലെ ജോലി ചെയ്തുകൊണ്ട് പോവാതെ അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം ചെയ്യുന്ന ജോലി. അപ്പോൾ എല്ലാ ജോലിയും വർഷങ്ങളോളം ചെയ്ത് കഴിയുമ്പോൾ ബോറടിക്കും. കാര്യം എന്തുകൊണ്ടാണ്? റെപ്പറ്റേറ്റീവ് ആണല്ലേ എല്ലാ ജോലികളും. ഇപ്പോൾ ഒരു ഓഫീസിലിരിക്കുന്ന ക്ലർക്ക് അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചർ, അവർ ഒരേ കാര്യം പഠിപ്പിക്കുന്നത് 10-25 വർഷം കൊണ്ട്. ഈ പറഞ്ഞ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് നിങ്ങളുടെ അപ്പൂപ്പനോട് ചോദിച്ചു നോക്കും, അയാൾ ഇതായിരിക്കും പഠിച്ചത്, അല്ല വേറെ പ്രത്യേകിച്ചൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുമ്പോൾ ടീച്ചർമാർക്ക് എന്ത് ചെയ്യും? ബോറടിക്കും. ടീച്ചർമാർ നിലയെ പൊതുവെ എവിടെ ജോലി ചെയ്യുന്നവർക്കാണെന്നാലും ബോറടിക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? അവിടെയാണ് നമ്മുടെ മാനേജ്മെൻറ്റ് എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? എംപ്ലോയീൻ്റെ എൻഗേജ്മെൻറ്റ് കൂട്ടുക, അവർക്ക് കൂടുതൽ അവരുടെ വേറെ വേറെ കാര്യങ്ങൾ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക, അവരുടെ ജോബിൻ്റെ അകത്ത് റൊട്ടേഷൻ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ടീച്ചറിൻ്റെ ഒരു വ്യൂവിൽ പറയാണ്. ഒരു ടീച്ചർ 10ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായിരുന്നു, പെട്ടെന്ന് അവരെ പിടിച്ച് 9ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറാക്കുന്നു. അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ചെയ്യാറുണ്ടല്ലോ. അതൊക്കെ എന്താണ്? ഈ ജോബ് റൊട്ടേഷൻ, അവർക്ക് വെറുപ്പ് തോന്നാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും? നമ്മുടെ എംപ്ലോയിനെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിർത്താം. ഒരു ബേസിക് ഐഡിയ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളൊരു ബേസിക് ഐഡിയ മനസ്സിലുണ്ടാകട്ടെ, എന്തും ചോദിക്കാം. ഓക്കെ, ഫൈനൽ മൊഡ്യൂളാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, നമ്മൾ ഇപ്പോൾ എന്ത് കണ്ടു? ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് കണ്ടു, പിന്നെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് കണ്ടു, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് കണ്ടു, പിന്നെ അതാ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ്? ആപ്ലിക്കേഷനാണ്. നമുക്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ഓപ്പറേഷനിൽ അപ്ലൈ ചെയ്യുന്നു, മാർക്കറ്റിങ്ങിൻ്റെ അകത്ത് അപ്ലൈ ചെയ്തു, ഹ്യൂമൻ റിസോഴ്സിൻ്റെ അകത്ത് അപ്ലൈ ചെയ്തു, ഫിനാൻസിൻ്റെ അകത്ത് അപ്ലൈ ചെയ്തു. ഓക്കെ, ഇതെല്ലാം ആപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്? പേര് പറയുന്ന പോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഫിനാൻഷ്യൽ റിസോഴ്സസ് അനുസരിച്ച് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഒരു ഗോൾ നമ്മൾ അച്ചീവ് ചെയ്യുന്നു. നമ്മുടെ ഓർഗനൈസേഷന് ഒരു ഗോളുണ്ട്, അത് അച്ചീവ് ചെയ്യാൻ നമ്മുടെ ഫിനാൻഷ്യൽ റിസോഴ്സസിനെ എങ്ങനെ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിൻ്റെ ടോട്ടാലിറ്റിയാണ് എന്തെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് 2 എണ്ണമാണ്. ഒന്നുകിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ വെൽത്ത് ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ വരവെന്ന് പറയുന്നത് എപ്പോഴും എന്തിനേക്കാൾ കൂടുതലായിരിക്കണം? ചിലവിനേക്കാൾ കൂടുതലായിരിക്കണമെന്ന് ഉറപ്പാക്കുക. വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബിസിനസ്സിൻ്റെ ഓവറോൾ വളർച്ച ഉണ്ടെന്ന് ഉറപ്പാക്കുക. നമുക്ക് ഓവറോൾ ബിസിനസ്സിന് എന്തുണ്ട്? ഒരു വാല്യൂ ഉണ്ട്. ഈ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിനാണ് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ബിസിനസ്സിന് ഉള്ള ഇൻകം അവരുടെ എക്സ്പെൻസിനേക്കാൾ കൂടുതലാണെന്ന് ഉറപ്പാക്കുന്നതാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ, സിമ്പിൾ, വളരെ സിമ്പിൾ. ഇനി സ്കോപ്പ് എന്ന് പറയുന്ന കാര്യങ്ങൾ നോക്കിയിടാം. അതായത് എന്തൊക്കെ ജോലിയാണ് ഒരു ഫിനാൻഷ്യൽ മാനേജർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ മാനേജർ എടുക്കുന്ന മേജർ 3 തീരുമാനങ്ങളാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് വെച്ചാൽ എന്താ? പേര് കേൾക്കുമ്പോൾ എവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം എന്നുള്ള തീരുമാനമാണെന്ന് വിചാരിക്കും. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്ത് എവിടേക്കാണ് പണത്തിൻ്റെ ആവശ്യമെന്ന് കണ്ടെത്തുന്നതാണ് ശരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. അതായത്
നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്ത് അല്ലെങ്കിൽ ബിസിനസ്സിന് നമ്മുടെ പെർട്ടിക്കുലർ ഓർഗനൈസേഷന് എവിടെയൊക്കെയോ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താനുണ്ട്. ഫോർ എക്സാമ്പിൾ, അത് ഒരു ബിൽഡിംഗ് വേണം, ബിൽഡിങ്ങിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുണ്ട്. അതിന് കുറേ എക്യുപ്മെൻറ്റ്സ് വേണം, എക്യുപ്മെൻറ്റ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുണ്ട്. നമ്മുടെ ബിസിനസ്സിന് ഒരു അഡീഷണൽ യൂണിറ്റും കൂടെ വേണം, അതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുണ്ട്. അങ്ങനെ എവിടെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുണ്ട്, എത്ര രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുണ്ടെന്ന് തീരുമാനിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. അതൊരു വലിയ പ്രോസസ്സാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ പ്രശ്നം, എനിക്കിപ്പോൾ ഒരു മിഷൻ കൂടെ വേണമെന്നുണ്ട്. എൻ്റെ ബിസിനസ്സിൽ എനിക്കൊരു മിഷൻ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അവിടെ ഞാൻ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ, മിഷൻ വാങ്ങണമെന്ന് കണ്ടെത്തുന്നതുമല്ല. ഈ മിഷൻ ഞാൻ എങ്ങനെ വാങ്ങും? ഈ മിഷൻ ഞാൻ എനിക്ക് വേണമെങ്കിൽ ഒരു പുതിയതൊരെണ്ണം വാങ്ങാം, ഇല്ലെങ്കിൽ ഒരെണ്ണം വാടകയ്ക്ക് ഇരിക്കാം, ഇല്ലെങ്കിൽ ഞാൻ സെക്കൻഡ് ഹാൻഡ് സാധനം വാങ്ങാം. ഇതിൽ ഏതാണ് ഞാൻ എടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. എവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, വാട്ട് ഈസ് ദ സോൾ പ്ലേസ് ഓഫ് മേക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനേക്കാൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ എൻ്റെ പർപ്പസ് എന്താ, എനിക്കൊരു മിഷൻ വേണം, പക്ഷേ എൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്, വാങ്ങാം, സെക്കൻഡ് ഹാൻഡ് എടുക്കാം, ഇല്ലെങ്കിൽ റെൻറ്റിന് എടുക്കാം. ഇതിൽ എവിടെയാണ് ഞാൻ ശരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത്, ഇതിൽ ഏത് ഓപ്ഷനാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. പിന്നെ ഫിനാൻസിങ് ഡിസിഷൻ. ഈ നമ്മളിപ്പോൾ തീരുമാനിച്ച് കണ്ടെത്തി നമുക്ക് ഇന്ന സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാം, മൊത്തത്തിൽ എനിക്ക് എന്ത് വേണം, ഒരു 100 കോടി രൂപയുടെ ആവശ്യമുണ്ട്, വെറും 100 കോടി. ഈ പറഞ്ഞ 100 കോടി ഞാൻ എങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ് എൻ്റെ ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഞാൻ ആ പണം കണ്ടെത്താൻ പോകുന്നത്, എനിക്ക് എന്ത് ചെയ്യാം, ലോൺ എടുക്കാം, ഇല്ലെങ്കിൽ എൻ്റെ ഉള്ള വസ്തുവകകൾ വിൽക്കാം, ഇല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള ക്യാഷ് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിൻ്റെ ഉടമസ്ഥാവകാശം നാട്ടുകാർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അങ്ങനെ പൈസ ഉണ്ടാക്കാം. അങ്ങനെ പല വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. എങ്ങനെ എടുക്കണം എന്നുള്ളതാണ് ഫിനാൻസിങ് ഡിസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാരണക്കാരുടെ കാഴ്ചപ്പാടിൽ ഫിനാൻസിങ് ഡിസിഷൻ മാത്രമാണ് ഫിനാൻഷ്യൽ മാനേജറിൻ്റെ ജോലി. പക്ഷേ അത് മാത്രമല്ല. അവസാനം പറയുന്നു ഡിവിഡൻഡ് ഡിസിഷൻ. അതായത് നമ്മൾ ബിസിനസ് എന്ത് ചെയ്തു, കുറേ ആൾക്കാർ ചേർന്നു ഒരു ബിസിനസ് തുടങ്ങി. ആ ബിസിനസ് കൊണ്ട് എന്തുണ്ടായി, ഒരു പ്രോഫിറ്റ് ഉണ്ടായി. ഈ പ്രോഫിറ്റിനെ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യമാണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ പ്രോഫിറ്റ് 1 രൂപ പോലും ആർക്കും കൊടുക്കാതെ ബിസിനസ്സിൻ്റെ അകത്ത് തന്നെ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. അതൊക്കെ ബോർഡ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അവർ തീരുമാനിക്കും. അല്ലാതെ പ്രോഫിറ്റ് ഉണ്ടായെന്ന് വിധിച്ചു കൊടുക്കണം ഒരു നിയമമല്ല. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോഫിറ്റിൻ്റെ പകുതി നമ്മളെ കയ്യിൽ വെച്ചിട്ട് പകുതി നമുക്ക് ഇവർക്ക് വീതിച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ ഒരു 20% വെച്ചിട്ട് 80% വീതിച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ ഒരു 95% നമ്മുടെ കയ്യിൽ വെച്ചിട്ട് 5% ഇവർക്ക് വീതിച്ച് കൊടുക്കാം. എല്ലാം ആര് തീരുമാനിക്കും, ബോർഡ് തീരുമാനിക്കും. ബോർഡിൻ്റെ തീരുമാനം എന്താണോ അതാണ് അന്തിമമായിട്ടുള്ള തീരുമാനം. അത് അവൻ്റെ മുകളിൽ വേറെ ചർച്ചയൊന്നുമില്ല. അപ്പോൾ ഡിവിഡൻഡ് എന്ത് ചെയ്യാം, എങ്ങനെ കൊടുക്കണം, എങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നുള്ളതാണ്. പെട്ടെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നും അതിലിപ്പോൾ ഇത്ര ആലോചിക്കാൻ എന്താ, ഡിവിഡൻഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ വീതിച്ച് കൊടുക്കുക, അത്രയല്ലേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നും. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങളുടെ കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ വലിയൊരു ഭാഗം നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെല്ലാം, നമ്മുടെ ഓണേഴ്സിനെല്ലാം വീതിച്ച് കൊടുക്കുകയാണെന്ന് വിചാരിച്ചോ, അവിടെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഒരു സംസാരം വരും. നമ്മൾ അയൽക്കൂട്ടത്തിനേക്കാൾ മോശമാണ് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഇടയ്ക്കിടയ്ക്ക്. അവരവിടെ നിന്നൊരു സംസാരം വരും. എന്താണ്, ഇവർ ഈ പ്രോഫിറ്റ് എല്ലാം വീതിച്ചു കൊടുത്തു, അതിനർത്ഥം എന്താ, ഇവന്മാർക്ക് ഫ്യൂച്ചറിൽ ചെയ്യാനായിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇവന്മാരെന്ത് ചെയ്യാൻ പോവാണ്, ഫ്യൂച്ചറിലേക്ക് ഒരു ഇതും കാണുന്നില്ല. തൽക്കാലം ഇവർ സന്തോഷിപ്പിച്ച് നിർത്താമെന്നല്ലാതെ അവർക്ക് ഒരു ഭാവിയില്ല. അതുകൊണ്ടാണ് ഇവർ കിട്ടിയ പ്രോഫിറ്റ് അത്രയും വീതിച്ചു കൊടുക്കുന്നതൊരു സംസാരം ഉണ്ടാവും. എന്ത് സംഭവിക്കും, ഈ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ കമ്പനിയുടെ ഷെയർ വാങ്ങുന്ന ആൾക്കാരുടെ എണ്ണം കുറയും, അല്ലെങ്കിൽ അതിലൊരു ഇടിവുണ്ടാവും. അതൊരു സാധ്യതയാണ്. ഇങ്ങനെ ചിന്തിച്ചിരുന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവിഡൻഡ് കൊടുക്കാതിരുന്നാലോ, ഈ ഡിവിഡൻഡ് പ്രതീക്ഷ വന്ന കുറേ ആൾക്കാർ കാണും. അവരെന്ത് ചെയ്യും, നമ്മുടെ കമ്പനിയുടെ ഷെയർ കളഞ്ഞിട്ട് പോവും. അപ്പോൾ എങ്ങനെ നോക്കിയാലും നമുക്ക് എന്തിനുള്ള സാധ്യതയുണ്ട്, പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട് ഡിവിഡൻഡ് എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ അകത്ത്. ഇപ്പോൾ ഡിവിഡൻഡ് എന്താണെന്ന് മനസ്സിലായല്ലോ, കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഒരു ചെറിയ ഭാഗത്തിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഡിവിഡൻഡ്. ഒരു ഇൻഡിവിജ്വലിന് കിട്ടുന്ന ഭാഗത്തെയാണ് ഡിവിഡൻഡ് എന്ന് വിളിക്കുന്നത്. ഈ ഡിവിഡൻഡ് കൊടുക്കണമെങ്കിൽ എങ്ങനെ കൊടുക്കണം, കൊടുക്കുക എന്നതിൽ നമ്മൾ എന്തായിരിക്കും എൻ്റെ റീസൺ എന്നുള്ള പല കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് ഒരു ഫിനാൻഷ്യൽ മാനേജർ എന്ത് തീരുമാനിക്കുന്നത്, ഡിവിഡൻഡ് ഡിസിഷൻ തീരുമാനിക്കുന്നത്. ലാസ്റ്റ് ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ? നമ്മുടെ ബിസിനസ്സിൻ്റെ ദൈനംദിനമായിട്ടുള്ള വർക്കിങ്ങിന് വേണ്ടി നമ്മൾ കയ്യിൽ കരുതിയിരിക്കുന്ന ഫണ്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇത് എത്ര രൂപ നമ്മുടെ കയ്യിൽ കരുതണം? അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗം ക്യാഷാണ്, പ്യുവർ ക്യാഷാണ്.
എന്നാൽ മറ്റൊരു ഭാഗം എന്താണ്? നമ്മുടെ കയ്യിൽ കിടക്കുന്ന സ്റ്റോക്കാണ്. ഓക്കെ, അതിൻ്റെ അടുത്തൊരു ഭാഗമുണ്ട് നമുക്ക് കിട്ടാനുള്ള പൈസകൾ, റിസീവബിൾസ് എന്ന് പറയും. അപ്പോൾ ക്യാഷ് നമ്മൾ എത്ര രൂപയുടെ ക്യാഷ് നമ്മുടെ കയ്യിൽ വെച്ചേക്കണം, സ്റ്റോക്ക് നമ്മൾ എത്ര സ്റ്റോക്ക് വരെ കയ്യിൽ വെച്ചേക്കണം, എത്ര രൂപയിൽ കൂടുതൽ നമ്മൾ കടം കൊടുക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള പല ചിന്തകളും നമ്മുടെ മനസ്സിലുണ്ടാവും. ഇതിനുള്ള എല്ലാ ഉത്തരവും ആരുടെ കൈ കാണണം? ഫിനാൻഷ്യൽ മാനേജറിൻ്റെ കൈ കാണണം. ഇതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, അതായത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഫിനാൻസ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണ് നമ്മളവിടെ ചിന്തിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, ഓപ്പറേഷൻ മാനേജ്മെൻറ്റ്, പിന്നെ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ, ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എന്തിൻ്റെയെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ, എന്തെങ്കിലും പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഐ വിൽ എക്സ്പ്ലെയിൻ. ഓക്കെ, വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ഇതുപോലെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഞാനൊരു സിംഗിൾ വീഡിയോ ഇട്ടേക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.